പാക് സൈന്യത്തിൽ കടുത്ത ഭിന്നത. സൈനിക മേധാവി ജനറൽ അസിം മുനീർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സൈന്യത്തിലെ മറ്റുദ്യോഗസ്ഥർ. മുനീർ സൈന്യത്തെ വ്യക്തിപരമായ താൽപ്പര്യത്തിനും രാഷ്ട്രീയപരമായ ഇഷ്ടത്തിനും ഉപയോഗിക്കുന്നതായി വിമർശനമുണ്ട്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നു. ഗൗതം, പാക് സൈന്യത്തിൽ ഉണ്ടാകുന്ന കലാപം അത് എല്ലാ കാലത്തും വലിയ വാർത്തയാകാറുണ്ട്. ഇപ്പോൾ സൈന്യത്തിൽ അവിടുത്തെ സൈനിക മേധാവി ജനറൽ അസിം മുനീർ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണല്ലോ ഉയരുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പാകിസ്ഥാൻ സൈന്യത്തിനകത്ത് ഇപ്പോൾ വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ഈ അസീം മുനീറിനെതിരെ പാകിസ്ഥാനിലെ കേണലുമാരും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ജനറൽമാർ, ഒപ്പം ജവാന്മാർ, ഇങ്ങനെ ഈ സൈനിക മേധാവിക്ക് അല്ലെങ്കിൽ ആർമി ചീഫിന് താഴേക്കുള്ള പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരാണ് ഇത്തരമൊരു തുറന്ന കത്ത് കരസേനാ മേധാവിക്ക് അയച്ചിരിക്കുന്നത്. അതിൽ മുനീറിനെതിരെ വലിയൊരു വിമർശനം പാകിസ്ഥാൻ പട്ടാളത്തിനകത്ത് ഉയരുന്നത് ഇയാൾ പാക് സൈന്യത്തെ വ്യക്തി താൽപ്പര്യങ്ങൾക്കും ഒപ്പം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ഒപ്പം പാകിസ്ഥാനിൽ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളെ കൃത്യമായി നേരിടുവാനോ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാനോ ഇപ്പോഴത്തെ പട്ടാള മേധാവിക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതിനാൽ രാജിവെച്ച് പോകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കീഴുദ്യോഗസ്ഥർ പാകിസ്ഥാൻ പട്ടാള മേധാവിക്ക് മുന്നിൽ വെക്കുന്ന ഉപാധി. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 2022 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻ ഖാൻ രാജിവെക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സംഘർഷങ്ങൾ, അതിനെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടു. ഒപ്പം 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള അട്ടിമറി, അതായത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നുണ്ട്. ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണെങ്കിലും അതൊരു ജനാധിപത്യ രീതിയിലല്ല ആ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു, അതിന് സൈന്യം തന്നെ നേതൃത്വം നൽകി എന്ന വളരെ രൂക്ഷമായ ആരോപണം ഇപ്പോൾ പാകിസ്ഥാൻ ആർമി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിഘടനവാദം പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമാകുന്നതിനെ നേരിടാൻ കഴിയുന്നില്ല എന്നതും ഈ സൈന്യത്തിനെതിരെയുള്ള വിമർശനമായി ഉയരുന്നു. കാരണം പാകിസ്ഥാൻ്റെ 2 പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള പോരാട്ടം, വിഘടനവാദം എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നതാണ്. അത് ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിഘടനവാദം എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. കാരണം അത് ഒരു വിമോചന പോരാട്ടമാണ്. 1948 ബലൂചിസ്ഥാൻ എന്ന ഒരു സ്വതന്ത്ര ദേശത്തെ പാകിസ്ഥാൻ പിടിച്ചെടുക്കുന്നതാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യമില്ലാത്ത ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അവർ കൃത്യമായി ഇപ്പോൾ ആയുധമെടുത്ത് പോരാടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു ഭാഗത്ത് അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കൃത്യമായി തന്നെ വിഘടനവാദം നടക്കുന്നത് ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ്. കാരണം അത് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രൊവിൻസാണ്. അവിടെ പാക് താലിബാൻ വലിയ തോതിലുള്ള ഭീഷണി ഇപ്പോൾ പാകിസ്ഥാന് മേൽ ഉയർത്തുന്നുണ്ട്. കാരണം താലിബാൻ മോഡലിലുള്ള ഒരു ഇസ്ലാമിക ഭരണം ഈ പ്രൊവിൻസിൽ കൊണ്ടുവരിക, പാകിസ്ഥാനിൽ നിന്നും വേർപെട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര ഇസ്ലാമിക ദേശമാക്കി ഖൈബർ പഖ്തൂൺ പ്രവിശ്യയെ മാറ്റുക എന്നതാണ് പാക് താലിബാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അങ്ങനെ പാക് താലിബാൻ ഒരു ഭാഗത്തെ വലിയ വിഘടനവാദ ശ്രമങ്ങൾ പാകിസ്ഥാനെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നതിനെ അടിച്ചമർത്താൻ സൈന്യത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം വരുന്നു. അതേസമയം തന്നെ ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിമോചന പോരാട്ടത്തെയും നേരിടുന്നതിൽ സൈന്യം പരാജയപ്പെട്ടു. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജാഫർ എക്സ്പ്രസും മറ്റും അവിടെ ബലൂജ് ലിബറേഷൻ ആർമി അട്ടിമറിക്കുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതിലൊന്നും സൈന്യത്തിന് ഒരു കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. അതിനാൽ സൈനിക മേധാവി, ആർമി ചീഫ് ഉടനടി രാജിവെക്കണമെന്ന ആവശ്യം ഇപ്പോൾ പട്ടാളത്തിനകത്ത് തന്നെ രൂക്ഷമാവുകയാണ്. വിനോദ്, തീർച്ചയായും പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ കലാപം രൂക്ഷമാവുകയാണ്. സൈനിക മേധാവി സ്ഥാനം ഒഴിയണം എന്നുള്ള തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. പാകിസ്ഥാനിലാണ് പുതിയ സംഭവവികാസങ്ങൾ നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.